വി.ഡി. സവർക്കർ ഫ്രീഡം ക്വിസ് ചോദ്യ വിവാദം പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്ത്. കാസർഗോഡ് നഗരത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. പൊതുവിദ്യാഭ്യാസ രംഗത്ത് വർഗീയ അജണ്ട നടപ്പിലാക്കുവാൻ അനുവദിക്കില്ല എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു ഡിവൈഎഫ്ഐ പ്രതിഷേധം. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. വി.ഡി. സവർക്കർ ഫ്രീഡം ക്വിസ് ചോദ്യവിവാദത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്തെത്തി. ചരിത്രത്തെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കം തിരിച്ചറിയുക, പൊതുവിദ്യാഭ്യാസ രംഗത്ത് വർഗീയ അജണ്ട നടപ്പിലാക്കാൻ അനുവദിക്കില്ല തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാസർഗോഡ് നഗരത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ അണിനിരന്നു. ഡിവൈഎഫ്ഐ കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു യുവജന പ്രതിഷേധം. സംഘപരിവാർ ആർഎസ്എസിന് സ്തുതി പാടുന്നു. പ്രതിഷേധം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. 6 തവണ തുടർച്ചയായി മാപ്പപേക്ഷ എഴുതിക്കൊടുത്ത് തനിക്ക് വിടുതൽ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷ് രാജ്ഞിയുടെ മുമ്പാകെ മാപ്പപേക്ഷ എഴുതിക്കൊടുത്ത് ഒടുവിൽ ബ്രിട്ടീഷിന്റെ ചെരുപ്പ് നക്കി പുറത്തേക്ക് വന്ന ആളിന്റെ പേരാണ് വി.ഡി. സവർക്കർ. ആ വി.ഡി. സവർക്കറിന്റെ നിർദ്ദേശാനുസരണമാണ്, ആ വി.ഡി. സവർക്കറിന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ടാണ് 1948 ജനുവരി 30 ഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് നാത്തുറാം വിനയഗോഡ്സെ എന്ന സംഘപരിവാറുകാരൻ. പിന്നീട് നിങ്ങൾ നോക്കൂ, അതിന്റെ ഭാഗമായുള്ള പരിശോധനയുടെ ഘട്ടത്തിൽ, തുടർ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ കപൂർ കമ്മീഷൻ തന്നെ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ ഉത്തരവാദിയുടെ പേരാണ്, ഗാന്ധി വധത്തിൽ ഗാന്ധി ഘാതകരുടെ കൂട്ടത്തിലുള്ളയാളിന്റെ പേരാണ് വി.ഡി. സവർക്കർ എന്നാണ്. ബ്ലോക്ക് പ്രസിഡന്റ് ദീക്ഷിത ബി അധ്യക്ഷത വഹിച്ചു. നസറുദ്ദീൻ മലങ്കര, ജ്യോതി കെ, അജിത്ത് പാറക്കട്ട, സതീഷ് എം എന്നിവ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി സുഭാഷ് പാടി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.